സംസ്ഥാന കായികമേള ഒളിമ്പിക്സിൽ മാതൃകയിലേക്ക് മാറിയിട്ടും പോൾ വാൾട്ടിലെ മുളകൾക്ക് മാത്രം മാറ്റമില്ല. ഇത്തവണയും കായിക താരങ്ങളിൽ പലരും സ്വന്തമായി പോൾ ഇല്ലാതെയാണ് മത്സരത്തിന് എത്തിയത്. മുള, കമ്പി, PVC പൈപ്പ്, പോൾ വാൾട്ട് വേദിയിൽ കുട്ടികളുടെ ആശ്രയം ഇപ്പോഴും ഇവയൊക്കെയാണ്. മികച്ച നിലവാരമുള്ള പോളുകൾ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മിക്കവർക്കുമില്ല. ബാക്കിയുള്ളവരെ മാതിരി ചാടാൻ കഴിയില്ല. മുള ചാടിന് കുറച്ച് റിസ്ക്കാണ്. മണ്ണിലാണ്, ബീച്ചിൽ കടപ്പുറത്ത് ഫൈബറിന്റെ പോളുണ്ട്, സുഖം ചാടാൻ. മുള കൊണ്ട് പോലും പരിശീലിക്കാൻ സാധിക്കാതെയാണ് ഭൂരിഭാഗം കുട്ടികളും മീറ്റിനെത്തിയത്. പോള് ആൾക്കാർ ആരും ഒന്നും പറഞ്ഞില്ല. സ്കൂളിൽ ഉണ്ടായിരുന്നൊന്ന് അത് മുറിഞ്ഞതാണ്. ഇത് ഒരു 10 കൊല്ലമായിട്ടുണ്ടാവും കിട്ടിയിട്ട്. അതേമാതിരി ഒരാൾ ചാടിയപ്പോൾ ന്യൂസുകാർ കൊടുത്ത. മിക്കവർക്കും പരിക്കേൽക്കുന്നതും ഇത്തവണയും കണ്ടു. പോൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ പോളെ ചാടുന്നത് തന്നെ. വയനാട്ടുകാരൻ അഭിനവ് മന്ത്രി OR കേളു സമ്മാനിച്ച ഫൈബർ പോളുമായാണ് തലസ്ഥാനത്തെത്തിയത്. പക്ഷേ ഫൈനലിൽ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പോൾ മാറ്റി മുളയിലേക്ക് തന്നെ മടങ്ങി. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, മുള വെച്ച് ചാടിയാ കിട്ടുമെന്ന്. അങ്ങനെ ചാടി. പോൾ ഉപയോഗിച്ചുള്ള പരിശീലനത്തിന് സാധിക്കാത്തതാണ് അഭിനവിന് തിരിച്ചടിയായത്. പരിശീലന സമയത്ത് തന്നെ പോൾ ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ സ്കൂൾ കായികമേളയിൽ കുട്ടികൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയൂ. വർഷങ്ങളായുള്ള ഈ പരാതിക്ക് കായികമേള സ്കൂൾ ഒളിമ്പിക്സ് ആയിട്ടും പരിഹാരമായിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ അക്ഷയ് വീസിനൊപ്പം മനീഷ് മാത്യു, ന്യൂസ് മലയാളം.